ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും ഒരു ഗ്രന്ഥമുണ്ട്. ഇസ്ലാമിനും ഉണ്ട് ഒരു ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരം വന്നു ചേർന്നിരിക്കുന്നു. ഖുർആനിക് ബൊട്ടാനിക്കൽ പാർക്ക് എഡ്യൂക്കേഷൻ സിറ്റി കണ്ടോ. ാണ് ഈ ഒരു പാർക്ക് ആദ്യം ഓപ്പൺ ആവുന്നത്. പ്രധാനമായിട്ടും സീഡ് കളക്ഷൻ, കൺസർവേഷൻ, അതേപോലെ തന്നെ ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള ചെടികൾ കളക്ട് ചെയ്യുക, പ്രധാനമായിട്ടും ഖത്തറിൽ നിന്നുള്ള ചെടികൾ കളക്ട് ചെയ്യുക, അത് പ്രിസർവ് ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഖുർആനിലും ഹദീസിലും പറഞ്ഞിരിക്കുന്ന എല്ലാ ചെടികളും ഇവിടെ അവൈലബിൾ ആണ്. ഏതാണ്ട് 70ഓളം ചെടികളാണ് ഈ ഒരു പാർക്കിൽ നമുക്ക് അവൈലബിൾ. മൊത്തം 25,000 സ്ക്വയർ മീറ്റേഴ്സാണ് ഈ ഒരു പാർക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 5 സെക്ഷനായിട്ടാണ് ഈ ഒരു പാർക്ക് ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് വാട്ടർ ഗാർഡൻ, വൈൻ ഗാർഡൻ, പിന്നെ സൗണ്ട് ഗാർഡൻ, വിൻഡ് ഡെസേർട്ട് ഗാർഡൻ, പിന്നെ സെൻറ്റ് ഗാർഡൻ. ഇങ്ങനെ 5 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ഗാർഡൻ ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വൈൻ ഗാർഡൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ വൈൻ ഗാർഡൻ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കോൺഫറൻസ് അതുപോലെ കാര്യങ്ങൾക്കാണ്. ഇവിടെയുള്ള ചെടികളൊക്കെ ശരിക്കും ഖത്തറിൽ നിന്നും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ചെടികളാണ്. അത് ഖത്തറിൽ തന്നെ ലോക്കലായിട്ട് കാണപ്പെടുന്ന ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇതല്ലേ ഭയങ്കര വിശാലമായ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ചെടികളാണ് 2 സൈഡിലും. ഇതിനാണ് വൈൻ ട്രീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വാട്ടർ ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ സ്ഥലം കണ്ടോ നിലത്ത്, ഇത് ശരിക്കും ഡാൻസിങ് ഫൗണ്ടെയിൻ ആണ്. അതേപോലെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടല്ലോ. ഇവിടെ വാഴയാണ് ഈ ഒരു വാട്ടർ ഗാർഡനിലെ പ്രത്യേകത. എന്താ ഇത് ഏതാണ്ട് ഉണങ്ങിയിരിക്കുകയാണ്. കുറച്ച് കാലാവസ്ഥ കാരണമാണ് മെയിനായിട്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഉണ്ടാ ഇവിടെ ഒരു പഴം ഉണ്ടാ വിളച്ചെരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. ആ ഒരെണ്ണം മാത്രമല്ല, എനിക്ക് ഒന്ന് ബാക്കി ആരെയൊക്കെ പറിച്ചു കൊണ്ട് പോയി പോലെ ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിൻ്റെ പേര് നോർമൽ വിളിക്കുന്ന, പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം, തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ ഇസ്ലാമിലെ പ്രാധാന്യമാണ് ഇവിടെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താ സൂറ നെയിം, അതേപോലെ തന്നെ ആയത്ത് നമ്പർ, മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ചെടി കണ്ടില്ലേ, ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതേപോലത്തെ ഒരു ഇലയാണ് ഞാൻ ചിക്കൻ പോക്സ് വന്ന് കിടന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ മുകളിലായിരുന്നു ആക്ച്വലി ഞാൻ കിടന്നിരുന്നത്. ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ കുറേ ആയി, ചെറുപ്പത്തിലായിരുന്നു. കണ്ടില്ല, നമ്മളെ ഗാർലിക്കാണ് അഥവാ ഇഞ്ചിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സവാള അഥവാ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പൂവാട്ടോ ഇത്, സ്പ്രിംഗ് ഓണിയനാണ്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ്ലി അലോവേരയുടെ ചെടിയാണ്. ഇവിടെ തണ്ണിമത്തനാണിത് കേട്ടോ, വാട്ടർമെലൺ തണ്ണിമത്തനാണിത്. ഈ ഒരു മരത്തിൻ്റെ സൈഡിൽ ഭയങ്കര സ്മെല്ലുണ്ട്, ഒരു മരുന്നിൻ്റെ സ്മെല്ല് കണ്ടോ. ഇത് ഇല ഉണ്ടോ, ഇതൊരു മരുന്നിൻ്റെ സ്മെല്ലുണ്ട്. വിക്സോ എന്തോ സാധനം. ബ്രോഡ് ലീവ്ഡ് പേപ്പർ ബാർക്ക് ട്രീ, ലോങ് ഫ്ലവറിങ് പീരിയഡ്. കഴിഞ്ഞില്ല, ഇവിടെ വീറ്റാണ്. ഇതില്ലേ, ഇവിടെ വീറ്റാണ് നട്ടിരിക്കുന്നത്. ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ചെടിയുടെ പേര് കേൾക്കുന്നത്. ഇതാണ് ആ ചെടി. ഇതിന് പ്രത്യേകം നോക്കിയിട്ട് ഇതിൻ്റെ പൂവ് കണ്ടോ, യുണീക്ക് ഷേപ്പാണ് ഇതിൻ്റെ പൂവ്. മൂന്നാമത്തെ ഗാർഡനാണിത്, സൗണ്ട് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ നമുക്കിവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടില്ല, ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗാർഡനാണ്, പക്ഷെ ഭയങ്കര റിലാക്സിങ് ഒരു ഗാർഡനാണ് ഇത്. അതൊരു മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു സ്പേസാണ്. ചുറ്റും മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ മരങ്ങളിലൊക്കെ കിളികൾ കൂട് കെട്ടി. അതിൻ്റെ ഇപ്പോൾ സമയം ഇപ്പം ആക്ച്വലി ഒരു 6 മണിയാകും, രാവിലെ 6 മണിയാകുന്നുള്ളൂ. ഇവിടെ വന്ന് ഇരിക്കാനും നടക്കാനൊക്കെ പറ്റിയ ബെസ്റ്റ് ഡേ, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട്. കണ്ട ഭയങ്കര സൈലൻ്റാണ് ഈ ഒരു ഏരിയ. ഗാർഡനാക്കിയാണുള്ളത്. ഇത് മെയിനായിട്ട് ഡെസേർട്ടാണ്, മരുഭൂമിയിൽ നിന്നുള്ള ചെടികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഖത്തറിൽ നിന്നുള്ള ചെടികളും അവൈലബിൾ ആണ്. അതായത് സെന്ന, പിന്നെ ക്യാമൽ ഹെ, വൈൽഡ് സിദ്ര ട്രീ, അതേപോലെ അക്കേഷ്യ, ഇതുപോലെ ചെടികളൊക്കെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഭയങ്കര
കാമാണ് ഈ ഒരു ഏരിയ. ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് ഇത്. ഇത് ഹെന്ന, നമ്മുടെ മൈലാഞ്ചി ചെടിയാണിത്. മൈലാഞ്ചി ചെടി, ഇതിൻ്റെ പൂവ്. ഇതിലൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് അടിച്ചു. അതാണ് ഞാൻ നോക്കിയത്, നല്ല പരിചയമുള്ള സ്മെല്ല്. ആ കാണുന്നതാണ് സെൻറ്റ് ഗാർഡൻ. പക്ഷെ അവിടെ പോകും മുന്നേ ഇവിടെ ഒരു സംഭവമുണ്ട്, ആഫ്രിക്കൻ വിമൻസ് ഡിപ്ലോമാറ്റിക് ഗാർഡൻ. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക പ്ലാന്റഡ് ദി കേഷ്യ ടോർട്ടോയ്സ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. During QBG's celebration of Qatar Environment Day 2020, the launch of African Women's Diplomatic Garden. സോ അങ്ങനെ എന്തൊരു ഈവെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതും ഇതിപ്പോൾ ഏതാണ്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അതേപോലെ തന്നെ ലിബിയ, കെന്യ, അങ്ങനെ പല രാജ്യം. എസ്വൈത്തിനി, ഇത് ഏത് രാജ്യമാണാവോ? ആദ്യം ഇങ്ങനെ പേര് കേൾക്കുന്നത്. ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. ഐവറി കോസ്റ്റ് ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അതേപോലെ തന്നെ ജിബൂട്ടി. ഒരുപാട് രാജ്യങ്ങളുടെ എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ്സ് പ്ലാൻ ചെയ്തതാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നിലക്ക്. നാരങ്ങയുടെ ചെടിയാണിത്. ആണല്ല, പക്ഷെ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ. ഇതിലൊന്നുമില്ല, നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാലും അറിയാലോ, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷ് സ്മെല്ലുണ്ട് നാരങ്ങയുടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷിക്കൂടൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കാണാം, ഇപ്പോൾ കൂട് കെട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഗാർഡൻസിൻ്റെ ഒക്കെ ഒരു ഗുണം ഇതാണ്. സെൻറ്റ് ഗാർഡനിലേക്ക് പോകും. സെൻറ്റ് ഗാർഡനിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ഇവിടെ മാസ്കും താക്കുന്ന ഒന്നായിരിക്കും കേട്ടോ. കാര്യം ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ജാസ്മിൻ്റെ, മുല്ലപ്പൂടെ സ്മെല്ലാണ് ഇവിടെ കിട്ടുന്നത്. നല്ല സ്ട്രോങ് മുല്ലപ്പൂടെ സ്മെല്ലും ഉണ്ട്, അതേപോലെ നമ്മുടെ മൈലാഞ്ചി ചെടീൻ്റെ സ്മെല്ലും രണ്ടുമാണ് നല്ല സ്ട്രോങ് ആയിട്ട് രണ്ട് ഭാഗത്തുണ്ട്. ഇത് കണ്ടല്ലേ, മുല്ലപ്പൂ, മൈലാഞ്ചി. സെൻറ്റ് ഗാർഡനിൽ വരാൻ പറ്റിയ ടൈം വൈകുന്നേരമാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ പൂവെന്നുള്ള സ്മെല്ല് എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് ഇൻറ്റൻസ് ആയിട്ട് വരാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത്. ഇത് ചായലൊക്കെ ഇടുന്നുണ്ട്. പാകിസ്ഥാനിയുടെ ഇതിൽ ചായ യൂസ് ചെയ്യേണ്ടത്, അറബികളൊക്കെ ചായ യൂസ് ചെയ്യുന്ന ചെടിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സ്വീറ്റ് ബേസിൽ, ഇതാണ് കേട്ടോ അത്, സ്വീറ്റ് ബേസിൽ. ഇത് ആക്ച്വലി യൂണിവേഴ്സിറ്റികളാട്ടോ. ഇത് ടെക്സസ് യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ ഇവിടെ പള്ളിയുണ്ട്. പള്ളീൻ്റെ ആ ഭാഗം നമുക്ക് പിന്നീട് പോവാം കേട്ടോ. പിന്നെ അതേപോലെ ട്രാമിൻ്റെ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ട്രാം നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രാമെല്ലാം യൂസ് ആയിട്ട് ഇവിടെ വരാൻ പറ്റും. അതും ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇത് കംപ്ലീറ്റ് ഒരു ക്യാമ്പസ് ആട്ടോ, എഡ്യൂക്കേഷൻ ക്യാമ്പസാണ് കംപ്ലീറ്റ്. ഒരു പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ പൊളിക്കാണ്ട് വെച്ചിരിക്കുകയാണിത്. ഇത് ചെറിയ രീതിയിൽ ഇവർ റീഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതൊരു ഏക്കർ കണക്കിന് ഏരിയയിലുള്ള പ്രോപ്പർട്ടിയാണ്. അല്ല, അങ്ങ് ദൂരെ കാണുന്നതാണ്, അതാണ് ലൈബ്രറി. ഇത് ടെക്സസ്, പിന്നെ അതാണ് ഇവിടുത്തെ HQ.
ഇത്രയും വലിയൊരു ഏരിയ ആണ്, ഇത്രയും വലിയ പ്രോജക്റ്റ്, ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. എന്നിട്ടും ഈ ഒരു സ്ഥലം കണ്ട് ഈ ഒരു പഴയ വീടും കാര്യങ്ങളൊക്കെ അത് മാക്സിമം അത് അതേപോലെ വെച്ചിട്ട് എന്താ പറയുക വീണ്ടും എന്താ പറയുക റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ നോക്കിയത്. ചുറ്റും ഫെൻസിങ് കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്, വർക്ക് അടക്കിയാണ്. ഫൈനലി ഇതൊരു പാർക്കും കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള. പക്ഷേ ഇതിപ്പോൾ നിലവിൽ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് പൂട്ടിയിരിക്കുകയാണ്. ഇത് ഓക്സിജൻ പാർക്കിൻ്റെ ഭാഗമാണ് ഈ ഒരു പ്ലേ ഗ്രൗണ്ട്. പേര് ഞാൻ പറഞ്ഞു, നല്ല എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് അതിലല്ല കണ്ടില്ലേ, ഇത് കടുകിൻ്റെ ചെടിയാണ്. പക്ഷേ ഇതായി വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല, കുറച്ചുകൂടി ആവാണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങിപ്പോയതിന് ശേഷമാണ് ഇത് പറിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇതെൻ്റെ പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തിയിരുന്നു കടുകിൻ്റെ. ഇതായി വരുന്നുള്ളൂ. ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് മഞ്ഞ പൂവാണ്, ചെറിയ ഈ ഒരു പൂവാണ്. ഇത് എന്താ പറയുക, ഇത് വിരിയുന്ന ടൈമിൽ ഇത് ചെടി കംപ്ലീറ്റ്ലി മഞ്ഞ കളറായിരിക്കും, കാരണം നല്ല ഭംഗിയാണത്. ഇതിനൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഉണ്ടാ ഇതിങ്ങനെയാണ് തേനീച്ചുണ്ട്. ഹെയറി കുക്കുംബർ, സ്നേക്ക് എന്ന് വെച്ചാൽ പാമ്പ്, കക്കിരി, ഹെയറി കക്കിരി, മുടി കക്കിരിയോ. ഇതാണ് ആ ചെടി. എന്താ സംഭവം? അവിടെ കുറച്ച് വിരിഞ്ഞ് വരുന്നുണ്ട്, ഒരു മിനിറ്റേ നോക്കട്ടെ. ഇതാണ് കാണുന്നത്, എനിക്കിത് ആയി വരുന്നേ ഉള്ളൂ. ഹെയറി കക്കരിയോ എന്തോ ആണ്, അതല്ല അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അത് ഉണങ്ങിയിരിക്കുക, കംപ്ലീറ്റ്ലി ഉണങ്ങിപ്പോയി. ഫൈനലി ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ നിലവിൽ കംപ്ലീറ്റ് കാലിയാണ്, അവരെല്ലാം എടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. കാര്യം കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം പൂട്ടിയിരിക്കുകയാണ്, മ്യൂസിയം അതുപോലെ. പക്ഷെ നമുക്കിവിടെ വരാം, നടക്കാം. പക്ഷേ ഈ മ്യൂസിയം അതുപോലെ സംഭവങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. ഇതാണ് ഇത് നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഇത് എംബസി ഓഫ് ഇന്ത്യ ഖത്തർ 2019 ഇയർ ഓഫ് കൾച്ചർ. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ട് ഒരു ഈവെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ട ഇവിടെ നട്ടിരിക്കുകയാണ് ഈ ഒരു ചെടി. ഇതാണ് ആ ചെടി. ഇത് നമ്മുടെ ഡെസേർട്ടിലൊക്കെ കാണുന്ന ഒരു ചെടി, നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണുന്നത്. ഇതിനൊരു പ്രത്യേകത കായ വരാനുണ്ട്, പക്ഷെ അതിപ്പോഴല്ല, ഈ ജൂൺ ജൂലൈ സമയത്താണ് തോന്നുന്നത് ഒരു കായ വരുന്നത്. ഇതൊരു ടൈമിൽ ഖത്തറിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു, പ്രത്യേകിച്ച് പള്ളികളുടെയും അറബികളുടെ വീട്ടിലെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിരുന്ന ചെടിയാണ്. ഇപ്പോൾ ഇത് വളരെ അപൂർവമാണ്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര മുള്ളാണ് ഈ ഒരു ചെടിക്ക്, ചെറിയ ചെറിയ മുള്ള്. പിന്നെ ഇതിൻ്റെ കായൻ്റെ അകത്ത് ചെറിയ പുഴു ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കഴിക്കാം. പക്ഷെ നല്ല ടേസ്റ്റുള്ള കായാണത്. ഞാൻ നേരത്തെ ഇതേപോലത്തെ ഒരു സംഭവം കാണിച്ചു തന്നത്, ഒരു ആഫ്രിക്കൻ വിമൻസ് സമ്മിറ്റോ അതേ ബന്ധപ്പെട്ട ഒരു ഇവൻറ്റിൻ്റെ ഒരു മെമ്മറീസ്, അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലക്ക് കുറച്ച് ചെടികൾ, ഒരു മരങ്ങൾ നട്ടത്. അതേപോലെ ഇവിടെ ഇതുമുണ്ട്, 10th ആനിവേഴ്സറി ഓഫ് ഗ്യാസ് എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഫ്രം ഫോറം. ഇത് നട്ടത് പെറു ആണ്, 12 മാർച്ച് 2019. അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ ടൈമിലാണ്
ഈ ഒരു ചെടി ഇവിടെ നടന്നത്. ഇത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, വെനിസ്വേല ഉണ്ട്, ലിബിയ ഉണ്ട്, അതേപോലെ UAE ഉണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു കോൺഫറൻസ് പങ്കെടുത്തുന്നു. അവരുടെയൊക്കെ ഒരു മെമ്മറി എന്ന നിലക്കാണ് ഈ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ഒരു എന്താ പറയുക ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പാർക്ക് ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് ആണ്. ചെറിയൊരു പാർക്കാണ്, പക്ഷെ എന്നാലും വളരെ ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് ഈ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്, അത് ട്രോപ്പിക്കലായിട്ടുള്ള ഈ ഇന്ത്യ, കാംബോഡിയ, മലേഷ്യ അതുപോലെ രാജ്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ വാഴ പോലത്തെ ചെടികളൊക്കെ അത് ഈ ചൂടത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് വളരെ ചാലഞ്ചിങ് ആയ കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും വളരെ ചെറിയൊരു പാർക്കാണ്, പക്ഷേ ആ ഒരു മെസ്സേജ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ബെസ്റ്റ് ഒരു ലൊക്കേഷനാണ്. സിറ്റി മോസ്കാണിത്, ആണ് മസ്ജിദ്. ഈ കാണുന്ന മൊത്തം കാലിഗ്രഫിയാണ്. ഇതാണ് ഈ പള്ളിയുടെ മിനാരം എന്ന് പറയുന്നത്. യുണീക്ക് ഷേപ്പാട്ടോ മിനാരം. ഇവിടെയാണ് നമ്മുടെ പാർക്ക് വരുന്നത്. ഈ ട്രാമിൻ്റെ സ്റ്റോപ്പ് ഇട്ട് അവിടെ പള്ളിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. സാധാരണ നോമ്പാലത്ത് ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് കാര്യം വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കുറച്ച് ആൾക്കാരായിരിക്കും. അപ്പം കുറേ കുറവാണ്. ഇതിൻ്റെ മതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വാൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഖുർആനിലെ ഹദീസിലേക്ക് അവിടെയാണ് പള്ളിയുടെ മെയിൻ ഹാൾ വരുന്നത്. ഇതേപോലെ ആ ഗ്ലാസ് കണ്ടാൽ അതിലും ഇതേപോലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെയാണ്. മസ്ജിദ് മാത്രമല്ല, ഇവിടെ വേറെയും പല ഒരു കമ്മ്യൂണിറ്റി സെൻ്ററൊക്കെ, ഇസ്ലാമിക് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ചെറിയൊരു കോറിഡോർ കയറി കാണാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കാലിഗ്രഫീസ്. ഇതും ഖുർആനിൽ നിന്നുള്ള ആയത്തും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു ഗാർഡനാണ്. ഇതും ഖുർആനിൽ മെൻഷൻ ചെയ്ത ചെടികളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു മെഡിസിനാണ്, പക്ഷെ എൻ്റെ പേര് അറിയില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് 2 ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ്. ഇത് 2 നേരമായിട്ട് എടുത്ത വീഡിയോ. ആദ്യം എടുത്തത് രാവിലെ, പിന്നെ എടുത്തത് വൈകുന്നേരമാണ്. പിന്നെ സൗണ്ടിനും മറ്റൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും, വേറെ ഒന്നുമല്ല. 2 ദിവസം മുന്നേ നമ്മുടെ വാക്സിനേഷൻ്റെ 2nd ഡോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു സംഭവമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.